ആരോഗ്യ രംഗത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രസ്താവനയിലൂടെ ഡോക്ടർ ഹാരിസ് നടത്തിയതുപോലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകരുതെന്ന സന്ദേശമാണോ മുഖ്യമന്ത്രി നൽകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ആരോഗ്യ വകുപ്പിനെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നുമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ മറുപടി. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഇതിലിപ്പോൾ തുടക്കത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന വാക്കുകൾ അത് ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകളുമായി മുന്നിലേക്ക് വരുന്ന ആളുകൾ ഇനി അതുപോലുള്ള സാഹസത്തിനൊന്നും മുതിരരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണോ എന്നുള്ള ചോദ്യം, സംശയമാണ് ശക്തമാകുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയപരമായി ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ആര്യ, ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം തന്നെ രാഷ്ട്രീയ കക്ഷികളെല്ലാം BJP, കോൺഗ്രസ് എല്ലാവരും ഈ ഒരു ആരോഗ്യരംഗത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അതിന് മറുപടി എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. മാത്രമല്ല, തുറന്നു പറച്ചിൽ ഈ ഒരു ആരോഗ്യരംഗത്തെ സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലൊരു മറുപടി തുറന്നു പറച്ചിൽ നടത്തുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നായിരുന്നു CMന്റെ ഒരു മറുപടി വന്നത്. മാത്രമല്ല, ഈ ഒരു ആരോഗ്യരംഗം ബന്ധപ്പെട്ട് വളരെയധികം എന്താ പറയാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യരംഗം എന്നൊരു ഖ്യാതി കേരളത്തിനുണ്ട്. മാത്രമല്ല, സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസിൽ മറ്റ് സൗജന്യ സേവനങ്ങളും മറ്റ് ചികിത്സയും നൽകുന്നു എന്നൊരു നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു ചിത്രം കേരളത്തിനുണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും ഒരു കറുത്ത പാടായിട്ടാണ് ഈ ഒരു ഹാരിസിന്റെ ഒരു വെളിപ്പെടുത്തൽ മുന്നോട്ട് വന്നത്. മാത്രമല്ല, ഈ ഒരു ഹാരിസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട 4-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സൂപ്രണ്ടിനടക്കം നടപടി നേരിടുമെന്നൊരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ, ഉപകരണങ്ങളും ലഭ്യതക്കുറവുമെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്ക് മുൻപ് തന്നെ അറിയാവുന്നതാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വകുപ്പ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ, തുറന്നു പറച്ചിൽ ആദ്യമായിട്ടാണുള്ളത്. മാത്രമല്ല, തന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ സർജറി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളൊരു പരിതാപകരമായ ഒരു സാഹചര്യമെല്ലാം ഈ ഒരു കുറിപ്പിനൊപ്പം ചേർന്നിരുന്നു. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് ഇത്തരത്തിൽ CMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മറുപടി. കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഡോക്ടറാണ്, മികച്ച സേവനം നൽകുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലുകൾ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനു മുൻപ് ഹാരിസ് ചെറക്കലിന്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി പല ഓഫീസുകളും കയറി ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ കുറിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് രാഷ്ട്രീയമില്ല, ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പോസ്റ്റ് പങ്കുവച്ചത്. അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ BJP, കോൺഗ്രസ്, അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഈ ഒരു അവസരം മുതലെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ പ്രതിഷേധങ്ങളും മറ്റും, സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കടന്നതാണ് CMന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ അന്വേഷണം ഇതിന് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.